മോളെ എന്തിനു കരയണത്? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നിന്റെ അച്ഛൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു കുറവും വരാതെ നോക്കിക്കൊള്ളണമെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനു കരഞ്ഞോണ്ട് പോണേ? ഒരുപാട് കല്ല് മോളെ, നീയും പിങ്കി മോളും ഒരുമിച്ചാണ് വന്നത്? അപ്പൊ അതാണ് കാര്യം. ഇപ്പോഴല്ലേ മനസ്സിലായത്. എടി നീ എന്തിനടി ആ പിങ്കി മോളെ വഴക്ക് പറഞ്ഞത്? ഞാൻ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ കൊച്ചു കരഞ്ഞോണ്ട് പോയത്? അത് വേറെ കാര്യത്തിനാ. വേറെന്തെന്ന് കാര്യം? മറ്റേ ബാലനില്ലേ, മറ്റേ പുള്ളിക്കാരൻ, ആ പുള്ളി അവള് ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു. അയ്യോ, എന്നിട്ട്? എന്താ മോളെ ചേട്ടനെ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തത്? എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ നിങ്ങളെ പോലെയുള്ള ഒരാളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സോറി, ഇനി എന്നെ ശല്യപ്പെടുത്തത് പ്ലീസ്. അങ്ങനെ പറഞ്ഞാ എങ്ങനെ മോളെ ശരിയാവുന്നത്? നീ ഇവിടുന്ന് എന്നെ വിളിച്ചോണ്ട് പോയപ്പോഴേ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തന്നത്? എനിക്ക് ഫുഡ് വാങ്ങിത്തരാം, ഡ്രസ്സ് വാങ്ങിത്തരാം, പൈസ തരാം, എന്നിട്ട് വല്ലതും നീ എനിക്ക് തന്നാ? പൈസ അല്ലേ? ഇത് പിടിക്കും. ഈ 500 ഗുണുവേ ATM കൗണ്ടർ മുന്നിലുള്ളപ്പോ എന്തിനാ ഈ 500 ഗുണുവാ? എനിക്ക് നിന്നെ മതി. അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം അല്ല മോളെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് നിന്നെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. തനിക്ക് നാണമില്ലേടോ? ഞാൻ എൻ്റെ ഭാര്യയും കളഞ്ഞിട്ടാ വന്നത്, അറിയാമോ? ഞാൻ പോലീസ് വിളിക്കും. എനിക്ക് വഴിന്ന് മാറി. പിന്നെ പോണീച്ച് നീ വിളിക്ക്. പോണീച്ചൊക്കെ ഈ ബാലന് പുല്ല. ഇംഗ്ലീഷ് എനിക്കും അറിയാം, ഇംഗ്ലീഷൊക്കെ. എത്താൻ വഴിന്ന് മാറിയിക്കണം. എപ്പോട്ടാ പോണ്? ഞാൻ കൂവി വിളിക്കും. നീ കൂവേ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. നീ ആരെ വേണമെങ്കിലും വിളിക്കേ. ചേട്ടാ, ഹലോ എന്താ പരിപാടി? പെണ്ണുങ്ങളെ വഴക്ക് സമ്മതിക്കില്ല നിങ്ങള്? നീ നിന്റെ കാര്യം നോക്കി പോവച്ചേ. ഡയലോഗിന്റെ കൈവിട്ടെ. വിട്ടില്ലെങ്കിൽ നീ എന്തോ ചെയ്യടി മറ്റേ മോളെ? ഇടിക്കല്ലേ മോളെ, ആഹാരം കഴിച്ചാൽ 2 ദിവസമായി. ഇനി എങ്ങാൻ ഇവളെ പുറകെ കണ്ടുപോയിട്ടുണ്ടെങ്കിലോ. അയ്യോ അയ്യോ അമ്മേ, അയ്യോ അയ്യോ എൻ്റെ ഭാര്യയല്ലല്ലോ വിളിക്കേ. അയ്യോ അയ്യോ എൻ്റെ അമ്മ, അയ്യോ എൻ്റെ ഭാര്യ പോലും എന്നെ ഞാൻ ഇടിച്ചിട്ടില്ലേ. എൻ്റെ ഈശ്വരോ, അയ്യോ അയ്യോ അയ്യോ. മോളെ ഒറ്റയ്ക്ക് അവനെ ഇടിച്ചാ? പിന്നല്ലാണ്ട്. ഞങ്ങളെ ഞാൻ കോളേജ് ടൈമിൽ ബോക്സറായിരുന്നു. ആണോ? കോട്ടുകൈ അങ്ങനെ തന്നെ വേണം. ശരി ഞങ്ങളെ. പെമ്പിള്ളേരൊന്നും പഴയ പെമ്പിള്ളേരല്ല.